രാജ്യത്ത് ഇൻഫ്ലുവൻസ H1N1 കേസിന്റെ വ്യാപനം വർദ്ധിച്ചു വരുന്ന പശ്ചാത്തലത്തിൽ ആശ്വാസകരമായ വിശദീകരണവുമായി ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് രംഗത്തെത്തിയിരിക്കുന്നു. നിലവിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന H1N1 കേസുകൾക്ക് പിന്നിൽ പുതിയ വകഭേദങ്ങൾ ഒന്നും തന്നെ ഇല്ല എന്നും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ICMR വ്യക്തമാക്കുന്നു. 2025 മുതൽ രാജ്യത്ത് പ്രചാരത്തിലുള്ള H1N1 PDM 09 പോലെയുള്ള വൈറസ് വകഭേദങ്ങളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. രാജ്യ തലസ്ഥാനമായ ഡൽഹിയിലാണ് ഏറ്റവും കൂടുതൽ H1N1 കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഈ വർഷം മാത്രം ഡൽഹിയിൽ 1777 കേസുകൾ സ്ഥിരീകരിച്ചു. കഴിഞ്ഞ ദിവസം മാത്രം 114 പുതിയ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതോടെ ആകെ ഇൻഫ്ലുവൻസ എ കേസുകളുടെ എണ്ണം 2300 കടന്നു. സാഹചര്യം വിലയിരുത്താൻ JP നദ്ദയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേരുകയുണ്ടായി. ആരോഗ്യമന്ത്രി ഡോക്ടർ പങ്കജ് കുമാർ സിംഗ്, ആരോഗ്യ മന്ത്രാലയത്തിലെയും സംസ്ഥാന സർക്കാരിലെയും മുതിർന്ന ഉദ്യോഗസ്ഥർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. ആശുപത്രി കിടക്കകൾ, ക്രിട്ടിക്കൽ കെയർ സൗകര്യങ്ങൾ, ആവശ്യമായ മരുന്നുകൾ എന്നിവയുടെ ലഭ്യത ഉറപ്പുവരുത്തിയതായി യോഗത്തിന് ശേഷം കേന്ദ്ര ആരോഗ്യമന്ത്രി വ്യക്തമാക്കി. ഇൻഫ്ലുവൻസ വിഭാഗത്തിൽപ്പെട്ട വൈറസ് മൂലമുണ്ടാകുന്ന ഒരു പനിയാണിത്. വായുവിലൂടെയാണ് ഈ രോഗം പ്രധാനമായും പകരുന്നത്. സാധാരണ വൈറൽ പനിക്ക് സമാനമായ ലക്ഷണങ്ങളാണ് ഇതിനുമുള്ളത്. 100 ഡിഗ്രിക്ക് മുകളിലുള്ള കടുത്ത പനി, ചുമ, തൊണ്ടവേദന, ശ്വാസമുട്ടൽ, രക്തം തുപ്പുക, കഠിനമായ ശരീരവേദന, ഛർദി എന്നിവ ഇതിന്റെ ലക്ഷണങ്ങളാണ്. രോഗബാധിതരിൽ 10% ആളുകളിൽ ലക്ഷണങ്ങൾ തീവ്രമാകാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് പ്രമേഹം, ഹൃദ്രോഗം, രക്തസമ്മർദ്ദം, കരൾ, വൃക്ക രോഗമുള്ളവർ, ഗർഭിണികൾ, പ്രതിരോധശേഷി കുറഞ്ഞവർ എന്നിവർ കൂടുതൽ ജാഗ്രത പാലിക്കണം. ജനത്തിരക്കുള്ള സ്ഥലങ്ങളിൽ മാസ്ക് ധരിക്കുക, കൃത്യമായ ഇടവേളകളിൽ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ച് കഴുകുക, വായയും മൂക്കും ആവശ്യമില്ലാതെ തൊടാതിരിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പനിയുള്ളവർ വീട്ടിൽ തന്നെ വിശ്രമിക്കുകയും പൊതുസ്ഥലങ്ങളിലേക്കുള്ള യാത്രകൾ ഒഴിവാക്കുകയും വേണം. ചുമയ്ക്കുമ്പോഴും തുമ്മുമ്പോഴും തൂവാല ഉപയോഗിച്ച് മൂക്കും വായയും മറയ്ക്കുക. സ്വയം ചികിത്സ പൂർണ്ണമായും ഒഴിവാക്കണം. വൈറസിനെ നശിപ്പിക്കുന്ന ഒസൽഡാമിവിർ എന്ന മരുന്നാണ് ഇതിന്റെ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്നത്. ഡോക്ടറുടെ കൃത്യമായ നിർദ്ദേശപ്രകാരം മാത്രമേ ഇത് കഴിക്കാൻ പാടുള്ളൂ. പ്രായമായവർ, കുട്ടികൾ, ഗർഭിണികൾ, മറ്റ് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർ എന്നിവർ പ്രതിവർഷ ഇൻഫ്ലുവൻസ വാക്സിൻ എടുക്കുന്നത് രോഗതീവ്രത കുറയ്ക്കാൻ സഹായിക്കും. രോഗികളുമായി നേരിട്ട് സമ്പർക്കത്തിൽ വരുന്ന ആരോഗ്യ പ്രവർത്തകർ മുൻകൂട്ടി വാക്സിൻ സ്വീകരിക്കാനും N95 മാസ്കുകൾ ധരിക്കുവാനും ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചിട്ടുണ്ട്.